Hello, good morning. Good morning. Good morning, ma'am. Yes, good morning. Good morning, ma'am. Yes, good morning. Yes, in the last class, we have already started a new chapter. Disaster management. അല്ലേ അല്ലേ നമ്മൾ തുടങ്ങിയത് പറയണോട്ടാ ചിലപ്പോൾ തെറ്റിപ്പോവും അതുകൊണ്ടാണ് ആണോ ഇതല്ലേ തുടങ്ങിയത് വേറെ ഏതെങ്കിലും ക്ലാസ്സിലാണോ ഹലോ കേക്കണല്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണോ നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഓ മൈ ഗോഡ് കേക്കണല്ല പറയുന്നത് ആരില്ലേ പറയാൻ പറ്റിയവര് അതല്ലാന്ന് അതല്ല അല്ലെങ്കിൽ അല്ലാന്ന് പറയാ അല്ല അതാണെങ്കിൽ ആണെന്ന് പറയാ അല്ലേ സോറി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല അല്ലേ അതാ ഞാൻ ചോദിക്കണേ കഴിഞ്ഞിട്ടില്ലല്ലോ ആ ഓക്കെ അതിനാണ് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ് നിങ്ങളോട് ഇല്ല മാം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഓക്കെ നമ്മളുടെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എവിടെ വരെ നമ്മൾ എടുത്തു ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ സൗണ്ട് ഒക്കെ ഒന്ന് ഇടയ്ക്ക് കേൾക്കട്ടെ കാണാനില്ല പേഴ്സണൽ പോളിസി വരെ പേഴ്സണൽ പോളിസി അതെ അതെ പേഴ്സണൽ പോളിസീസ് എന്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തുടക്കമിട്ടിരുന്നു അതായത് പേഴ്സണലിന്റെ സ്പെല്ലിംഗ് നന്നായി ശ്രദ്ധിച്ചോളണം ആ പേഴ്സണലിന്റെ PERSONNEL ആണ് മീൻസ് തൊഴിലാളികള് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം in an organization when the human resources are recruited in a organization and given assigned some job they have to follow some policies regarding the organization business organizationൽ നമ്മൾ അറിയാം ഒരു ആളുകളെ നമ്മൾ എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ റിക്രൂട്ട്മെന്റിന്റെ എന്താ പറയാ agreement prakaram each and every employees are forced to follow some human resource policies which is known as personal policies എല്ലാ എംപ്ലോയീസും അവരവരുടെ രീതിയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോബ് എങ്ങനെ പെർഫോം ചെയ്യണം അത് ഏത് രീതിയിൽ ഏത് സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ they have to follow some policies ഈ ഓർഗനൈസേഷൻ്റെതായ ചില നിയമങ്ങൾ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടത് ആ പോളിസീസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവരവരുടെ ജോലികൾ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങിയത് പേഴ്സണൽ പോളിസീസ് പേജ് നമ്പർ ഒന്ന് പറയോ പേജ് നമ്പർ ഉണ്ടോ ഓക്കെ ഓക്കെ സോ പേഴ്സണൽ പോളിസീസ് രണ്ട് കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസ് അവിടെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരുന്നോ അണ്ടർലൈൻ ചെയ്തതല്ലേ പറഞ്ഞത് മെയിൻ എക്സാം നമുക്ക് പറയാട്ടാ
ഓക്കെ. അപ്പൊ പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യണം, ആസ് എ ഗൈഡ്. ഇത് പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്. ഒരു നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗൈഡ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ, ഇപ്പൊ ആളുകൾ ഗൈഡ് ആവാറുണ്ട്, പുസ്തകങ്ങൾ ഗൈഡ് ആകാറുണ്ട്, ചില നിയമങ്ങൾ ഗൈഡ് ആകാറുണ്ട്. നമുക്ക് പല നമ്മളുടെ ജീവിതത്തില് പല സിറ്റുവേഷൻസിൽ നമുക്ക് ഗൈഡായിട്ട് ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അവരുടെ ഗൈഡായിട്ട് സ്വീകരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ പേഴ്സണൽ പോളിസീസിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ദേ ഹാവ് ടു follow the personal policies which have to be used as a guide. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ അകത്ത് നമ്മൾ എന്താ പറയാ ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതല്ലാതെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് അത് ഒരു ശരിയല്ല. കാരണം നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ when we are in an organization we have to follow the strict rules, regulations and policies framed by the organization. ഓർഗനൈസേഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തായിരിക്കും നമ്മൾ നമ്മളുടെ ജോലികൾ ചെയ്യേണ്ടത്. അതിന്റെ 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലെന്ന് നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. എന്തിനാണ് ഈ പേഴ്സണൽ പോളിസീസ് ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നത്? യെസ്, അപ്പൊ ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഫോർ സെറ്റിംഗ് സച്ച് പേഴ്സണൽ പോളിസീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ പോളിസീസ് ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നത്? അതായത് ബിസിനസിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ പ്രീ പ്ലാൻ ചെയ്ത ഈ പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷൻസ് വാട്ട് ടു ബി ഫോളോഡ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സോ അതിന്റെ അഡ്വാൻറ്റേജസ് പ്രധാനമായിട്ടും 2 It helps the managers in different levels of decision making to take the decision without consulting their superiors. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് അല്ലെങ്കിൽ പേഴ്സണൽ പോളിസീസ് രണ്ടും ഒന്ന് തന്നെ. ഈ പോളിസീസ് ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നത് എന്തിനാന്ന് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും ഏതൊക്കെ എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സിറ്റുവേഷൻസ് വരുമ്പോൾ ടു ടേക്ക് ഡിസിഷൻസ്, അതിന് തീരുമാനങ്ങൾ എടുക്കുക, എംപ്ലോയീസുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക സ്വന്തമായിട്ട്. ഈ പേഴ്സണൽ മാനേജറാണ് അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പൊ ആ പേഴ്സണൽ മാനേജർക്ക് തീരുമാനങ്ങൾ എടുക്കാനും വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് ഹിസ് സുപ്പീരിയേഴ്സ്, അതായത് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചിനൊക്കെ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഒപ്പിലിരിക്കുന്ന മാനേജ്മെന്റിനോട് ചോദിച്ച് അന്നേരം എന്താ ചെയ്യേണ്ടത്, ഇത്തരം സാഹചര്യങ്ങളിൽ വാട്ട് ടു ഡു, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ഐഡിയ ഉപയോഗിച്ച് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവ് അത് മാനേജേഴ്സിനെ ഉണ്ടാക്കുക. ആർക്ക്? എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മാനേജേഴ്സ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജർക്ക് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോളിസീസ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഈ പോളിസീസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പേഴ്സണൽ മാനേജർക്ക് ഈ പറയുന്ന എന്താ പറയാ പോളിസീസ് നോക്കിയിട്ട് അവർക്ക് ഒരു ഗൈഡായിട്ട് എംപ്ലോയീസിന്റെ എന്ത് സാഹചര്യത്തെയും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എംപ്ലോയീസിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ആൻഡ് ഓൾസോ ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് ദ എംപ്ലോയീസിന്റെ പെർഫോമൻസോ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് പേഴ്സണൽ മാനേജർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദേ നീഡ് നോട്ട് ഹാവ് ടു കൺസൾട്ട് വിത്ത് ദ സുപ്പീരിയേഴ്സ്. ഇതിന് എല്ലാത്തിനും സുപ്പീരിയറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരില്ല. ഈ പോളിസി ഉണ്ടല്ലോ, ഇതിന് എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് ഇന്നതാണ് ഇതിന്റെ നിയമം, അത് അവരുടെ കയ്യിലുണ്ട്. ആൻഡ് ദേ ഹാവ് ടു വെൽ നോൺ, അവർക്ക് അതിനെ കുറിച്ച് നല്ല ഐഡിയയും ഉണ്ടായിരിക്കണം, ആ പോളിസീസിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരിക്കണം ആ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ തൊട്ടയും പിടിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, മാനേജേഴ്സിനെ, അതായത് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മാനേജേഴ്സിനെ നമുക്ക് കൺസൾട്ട് ചെയ്ത ഒരു സാധ്യത വരുന്നില്ല. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ക്ലിയർ ആണോ? പറയും ആൻസർ ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത്, they ensure long-term welfare of the employees. See, in order to function smoothly,
അതായത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ എംപ്ലോയീസ് ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് വിത്ത് ഗുഡ് മൊറൈൽ. എംപ്ലോയീസിന് വളരെ മൊറൈലായിട്ട്, മൊറൈൽ മീൻസ് വിത്ത് ഹാപ്പി, എന്തൂസിയാസം, വിത്ത് ഈഗർ, കോൺഫിഡൻസ് അല്ലെ, വളരെ സമാധാനത്തോടും സന്തോഷത്തോടും വിശ്വാസത്തോടും ഒക്കെ എംപ്ലോയീസിന് ജോലി ചെയ്യാനും, അത് മാത്രമല്ല എംപ്ലോയീസിന്റെ അപ്പോഴത്തേക്കുള്ള കാര്യം മാത്രമല്ല പിന്നീടായാലും വെൽഫെയർ ആണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. അതായത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ ഉറപ്പിക്കാനൊക്കെ ഈ പേഴ്സണൽ പോളിസീസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ദേ ഹാവ് സം പോളിസീസ്. ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും അവിടെ പോളിസീസ് ഉണ്ട്. അപ്പൊ ആ പോളിസീസ് പാലിച്ചാണ് എംപ്ലോയീസ് മുന്നേറുന്നതെങ്കിൽ ആൻഡ് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ അവർ പെർഫോം ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി നോ ക്ലാഷ് അല്ലെ. അവിടെ ഏതെങ്കിലും തരത്തില് എംപ്ലോയീസും എംപ്ലോയിയും തമ്മിൽ ഒരു തരത്തിലുള്ള ബയാസ്, ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ദേ ആർ ഫോളോയിങ് ദ പേഴ്സണൽ പോളിസീസ്. അപ്പൊ ഇത് ആ ഒരു ബന്ധം എന്നേക്കും നിലനിർത്താനും ദീർഘകാലക്ഷേമം, എംപ്ലോയീസിന്റെ ദീർഘകാലക്ഷേമം എന്ന് പറഞ്ഞാൽ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് അയ്യോ കഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടി വേണോ വേണ്ടേ അല്ലെ, ഭയങ്കര പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ ദേഷ്യത്തോടെ ഒക്കെ വന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ വളരെ ഹാപ്പി ആയിട്ട് വന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്ന് ജോലി ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ഏൺ ഓർ ടു എന്താ പറയാ അച്ചീവ് ഈച്ച് ആൻഡ് എവറി ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ ഗോൾസും നമുക്ക് എളുപ്പം നേടിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ പോളിസീസ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഫ്രെയിം ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അപ്പൊ എംപ്ലോയീസിന്റെ ലോങ് ടേം വെൽഫെയർ, അതുപോലെ തന്നെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അത് പോരാതെ മറ്റുള്ളവരോട്, ചില ആളുകളോട് ഫേവറേറ്റിസം കാണിക്കുക അല്ലെങ്കിൽ ചിലരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും സഹായിക്കും. പേഴ്സണൽ പോളിസീസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. അവിടെ വ്യക്തികളെ നോക്കാൻ പാടില്ല, ജാതി, മതം അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് പ്രത്യേകം ഫേവറേറ്റിസം അങ്ങനെയൊന്നും ഇല്ലാതെ പേഴ്സണൽ പോളിസീസ് മാത്രം ഫോളോ ചെയ്ത് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുക. അതിനും കൂടി സഹായിക്കുന്ന ഒന്നാണ് എന്ത്, പേഴ്സണൽ പോളിസീസ്. സോ ദീസ് ആർ ദ 2 advantages ഫോർ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട 2 അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? ഒന്നാമത്തേത് ഹെൽപ്പ് മാനേജേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് ദ സുപ്പീരിയേഴ്സ്. സുപ്പീരിയേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഏത് ലെവൽ ഓഫ് മാനേജേഴ്സിലും എല്ലാ ലെവലിലെ മാനേജ്മെന്റിലും എന്ത് ചെയ്യാം, അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. എന്തുണ്ടെങ്കിൽ പേഴ്സണൽ പോളിസി ഫോളോ ചെയ്ത് അവരുടെ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, രണ്ടാമതേ നമ്മൾ പറഞ്ഞു ടു എൻഷുർ ലോങ് ടേം വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ടു ക്രിയേറ്റ് ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് ടു റെഡ്യൂസ് ഫേവറിറ്റിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അതായത് എംപ്ലോയീസിന്റെ ദീർഘകാലക്ഷേമം, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻ, ഇത് രണ്ടും ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഫേവറിറ്റിസവും ഡിസ്ക്രിമിനേഷനും, ആരോടെങ്കിലും പ്രത്യേക പരിഗണന, ആരോടെങ്കിലും വിവേചനം, ഇതൊക്കെ ഒഴിവാക്കുക, ഇല്ലാതാക്കുക, കുറയ്ക്കുക. ഇതിന് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പറയണ്ടല്ലോ, ആ 2 അഡ്വാൻറ്റേജസും ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്ത് വെച്ചേക്കുക. ക്ലിയർ? ഒന്ന് തമ്പിടും ആരെങ്കിലുമൊക്കെ പറയും. ഓക്കെ, now let's see what are the objectives of personal policies. ഇനി പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങൾ. ഈ പേഴ്സണൽ പോളിസി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: ഒന്ന്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. അതെ, നമ്മുടെ തൊഴിലിന് ഒരു സുരക്ഷ എന്ന് വെച്ചാൽ പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണ്ട. ഞാൻ ആ പോളിസീസ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട പോളിസീസ് ഒക്കെ ഫോളോ ചെയ്താണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ എന്റെ ജോലിയിൽ എനിക്ക് സുരക്ഷിതത്വം ഉണ്ട്. ബിക്കോസ് ഞാൻ ആരോടും വേറെ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചീറ്റിങ്ങോ എന്റെ ജോലിയിൽ ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഐ എം ഫോളോയിങ് ദ പേഴ്സണൽ പോളിസീസ്. ഹ്യൂമൻ റിസോഴ്സുകൾ ഫോളോ ചെയ്യേണ്ട പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, അല്ലെങ്കിൽ പരിഭ്രമിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോരുത്തർക്കും, ഓരോ എംപ്ലോയീസിനും അവരുടെ എംപ്ലോയ്മെന്റിൽ സെക്യൂരിറ്റി നൽകുന്ന ഒന്നാണ് personal policies. If the employees are following such personal policies, there is no need of afraid. അല്ലെ, അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ എന്താ പറയാ ജോലി പോകുമോ. അപ്പൊ അത് അങ്ങനെ പോകുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചും അവരെങ്ങനെ ചിന്തിക്കും എന്നൊക്കെ നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് ഒക്കെ വരാനുള്ള സാധ്യത എപ്പോഴാണ്? ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദ പേഴ്സണൽ പോളിസീസ്. ഹ്യൂമൻ റിസോഴ്സുകൾ ഫോളോ ചെയ്യുന്ന പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്യാതെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല, അതൊക്കെ അവിടെ നടന്നോളും, എനിക്ക് എന്റെ ഇഷ്ടത്തിന് വന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നാ മൈൻഡിലൊക്കെ പോയി കഴിയുമ്പോൾ
എപ്പോ വേണമെങ്കിലും അത് ഓർഗനൈസേഷന്റെ ഇഷ്ടമാണ് അല്ലെ, എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യണോ അല്ലെങ്കിൽ പറഞ്ഞു വിടണോ എന്നുള്ളതൊക്കെ ഇറ്റ്സ് അപ്പോൺ ദ മാനേജ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നമുക്ക് പേടിയുണ്ടാവും, പോകുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റിന് ഉറപ്പ് നൽകുന്ന ഒന്നാണ് പേഴ്സണൽ പോളിസി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്. എല്ലാവർക്കും അവർ അർഹിക്കുന്ന കൂലി കൊടുക്കുക. ഫെയർ, FAIR എന്നാണ്. സ്പെല്ലിങ്ങില് ഒരു ചെറിയ മിസ്റ്റേക്സ് അവിടെ കാണുന്നുണ്ട്. ഫെയർ വേജസ്. പേഴ്സണൽ പോളിസി നല്ലതായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെന്റിന്റെ കാര്യത്തിൽ വേജസോ സാലറി ഒക്കെ കൊടുക്കുമ്പോൾ ദർ വിൽ ബി നോ ഡിസ്ക്രിമിനേഷൻ. അവിടെ വിവേചനമൊന്നുമില്ലാതെ അവർ അർഹിക്കുന്ന കൂലി അവർക്ക് കൊടുക്കുക, റീസണബിൾ ആയിട്ടുള്ളത്. അവർ ചെയ്യുന്ന ജോലിക്ക് ഏകദേശം ഒരു ദിവസത്തിൽ എത്ര അവേഴ്സ് അവർ ജോലി ചെയ്യുന്നുണ്ട്, ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഓർ ജോബ് ദേ ആർ ഡൂയിങ്, അവർ കൊടുത്തിരിക്കുന്ന ടാസ്ക്, അവരുടെ ജോബ് എങ്ങനെയുള്ളതാണ്. ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യം, അവർ ജോലി ചെയ്യുന്ന അത്രയും സമയത്തിന്റെ ആ എന്താ പറയാ പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് എ ഡേ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. സാലറി ആയിക്കോട്ടെ, വേജസ് ആയിക്കോട്ടെ. സോ ഇറ്റ് ഷുഡ് ബി ഫേവറബിൾ ഓർ ഇറ്റ് ഷുഡ് ബി റീസണബിൾ. അത് എങ്ങനെയുള്ളതായിരിക്കണം? റീസണബിൾ ആയിട്ടുള്ള വേജസ് ആയിരിക്കണം കൊടുക്കണം. അവർ അർഹിക്കുന്നത് കൊടുക്കുക, അല്ലാണ്ട് കുറെ സമയം വിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ അടുത്ത് പോലും എത്താത്ത ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ അവര് എന്താ പറയാ കൂലി കൊടുക്കുന്നെങ്കിൽ അപ്പൊ ആളുകൾക്ക് ആണെങ്കിലും ഒരു മടുപ്പ് തോന്നും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്നു, പക്ഷെ ഇത്രയും അവേഴ്സ് ഞാൻ ജോലി ചെയ്യുന്നു, പക്ഷെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സാലറി വേജസ് അല്ല എനിക്ക് കിട്ടുന്നത് അല്ലെ. അതൊരു ആളുകളിൽ എംപ്ലോയീസിൽ ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാക്കും അല്ലെ. അവർക്ക് ഇതിനാ ഇപ്പൊ എല്ലാ ദിവസവും ജോലിക്ക് പോണേ, പടക്കൊക്കെ ലീവ് ആബ്സെന്റ് ആകും അല്ലെ. ചിലര് ഒയ്യോ വേണ്ട പറ്റൂല, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും അധിക സമയം ഞാൻ ജോലി ചെയ്തിട്ടും എനിക്ക് ഇതാ കൂലി കിട്ടുന്നത്, പക്ഷെ ഐ ഹാവ് ടു ബെറ്റർ സെർച്ച് ഫോർ സം അതർ ജോബ്. അപ്പൊ അങ്ങനെ ചിന്തിക്കും അല്ലെ, ഇത് പറ്റൂല, ഇന്ന് വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കുക, അതൊക്കെ ആളുകളിൽ തോന്നും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? പേഴ്സണൽ പോളിസീസ് ഉണ്ടെങ്കിൽ അത് ആ പോളിസീസ് പ്രകാരം എല്ലാവർക്കും എന്ത് ചെയ്യാം? റീസണബിൾ ആയിട്ടുള്ള, ഫേവറബിൾ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് അത് അവിടുത്തെ പേഴ്സണൽ പോളിസീസിൽ ഉൾപ്പെടുത്തിയിരിക്കും. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ മീൻസ് എന്താ? വ്യാവസായിക ബന്ധങ്ങൾ സൗണ്ട് ആയിരിക്കണം എന്ന് വെച്ചാൽ ഗുഡ് എന്നർത്ഥം. നല്ല വ്യവസായ ബന്ധങ്ങൾ. ദാറ്റ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല ബന്ധം. എംപ്ലോയി ആൻഡ് എംപ്ലോയർ, എംപ്ലോയിയും തമ്മിലുള്ള ബന്ധങ്ങൾ, എംപ്ലോയി മാനേജ്മെന്റ് തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് റിലേഷൻസ്. എങ്ങനെ? ഇൻഡസ്ട്രിക്കകത്ത്, ആ കമ്പനിക്കകത്ത്, ഓർഗനൈസേഷനകത്ത് എല്ലാവരും പരസ്പരം ഒരു സൗണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്യൂട്ട്സോ ബയാസോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ ഒന്നുമില്ലാതെ ഒരു എന്താ പറയാ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, നല്ല എൻവയോൺമെന്റ് ഇൻസൈഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണവും എല്ലാ എന്താ പറയാ എംപ്ലോയീസ് പരസ്പരം തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ടീം വർക്കാണ് എപ്പോഴും എന്താ പറയാ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരിക. അപ്പൊ ടീമായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ടീമായി പ്രവർത്തിക്കണം. അപ്പൊ അതൊരു നല്ല സൗണ്ട് റിലേഷൻ ആയിരിക്കും. മനസ്സിലായ? സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫ്രെയിം എ ഗുഡ് പേഴ്സണൽ പോളിസി. ഒരു നല്ല എന്താ പറയാ തൊഴിൽ നിയമങ്ങൾ, നയങ്ങൾ കൊണ്ടുവരണം. നെക്സ്റ്റ്, ട്രെയിനിങ് ഓഫ് എവ്രി വൺ. പേഴ്സണൽ പോളിസീസിൽ വരേണ്ട മറ്റൊരു കാര്യമാണ് പേഴ്സണൽ പോളിസി പ്രകാരം ആ പോളിസീസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആവശ്യത്തിന് ട്രെയിനിങ്. ഇതൊക്കെയാണ് നമ്മുടെ രീതി. നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഇങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയാ വേ ഓഫ് പെർഫോമൻസ്. നമ്മുടെ ജോലി ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു എവ്രി വൺ. അതും ഇതിന്റെ പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ദർ വിൽ ബി നോ ഐഡിൽ ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഇത് ഉറപ്പ് വരുന്നത്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലിക്കാരെ, എംപ്ലോയീസിനെയൊക്കെ മാക്സിമം യൂസ് ചെയ്യണം. അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ജോബ് കൂടാതെ മറ്റു പല കഴിവുകളും ഉണ്ടായിരിക്കാം. മറ്റു പല കഴിവുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ജോലിക്ക്, പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു കഴിവുകളും ചില എംപ്ലോയീസ് ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ അതിനും കൂടി അവർ ഉപയോഗിക്കുക. സോ ഹി ഓർ ഷീ ഹാസ് ദിസ് ഓൾസോ അല്ലെ, ദിസ് കേപ്പബിലിറ്റി ഓൾസോ. ഇങ്ങനെയുള്ള കഴിവ് കൂടി ഇന്ന ആൾക്കുണ്ട്. അപ്പൊ ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമ്മളെ ആ എംപ്ലോയിനെ തന്നെ ഉപയോഗിച്ചാൽ പുറത്തുനിന്ന് വേറെ നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ എന്താ പറയാ മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻസ് ഈ എന്താ പറയാ ചില ടോപ്പിലൊക്കെ വലിയ വലിയ പൊസിഷനിലേക്ക് ഏതെങ്കിലുമൊക്കെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് താഴെയുള്ള ആളുകളെ അപ്ഗ്രേഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റുകയാണ് പതിവ്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഇല്ലേ UP സെക്ഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ്, അപ്പൊ നമുക്കിപ്പോ ഹൈസ്കൂളിൽ ഒരു വേക്കൻസി വന്നു ഒരു ടീച്ചറുടെ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഐദർ ഇൻ മാത്സ് ഓർ ഇംഗ്ലീഷ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി, ഒരു ക്ലാസ് ഒരു മൊത്തം ആ ടീച്ചർ ചിലപ്പോ പോയി, അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് ലീവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിലവിലുള്ളവര് അപ്പൊ പെട്ടെന്ന് പോയിന്റ് ചെയ്യുകയല്ല ചെയ്യുക, അവിടെ നിലവിലുള്ള UPയിലൊക്കെ കുറച്ചുകൂടി എന്താ പറയുക എക്സ്പീരിയൻസ്ഡ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫിക്കേഷനും എല്ലാം കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് ഒരാളെ പ്രൊമോട്ട് ചെയ്ത് ഹൈസ്കൂളിലേക്ക് കയറ്റി. അതുപോലെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഉണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് അവരെ മാക്സിമം യൂസ് ചെയ്യാണ്. അപ്പൊ അവർക്ക് അവിടെ മാത്രമല്ല കഴിവ്, അവർക്ക് ഇതും ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഉള്ള ഹ്യൂമൻ റിസോഴ്സുകളെ മാക്സിമം ഒപ്റ്റിമം യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതും പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഉള്ള എംപ്ലോയീസിനെ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാന്നല്ല, മാക്സിമം പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അർഹിക്കുന്ന കൂലിയും കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം യൂസ് ചെയ്യുക. ഏതൊരു എംപ്ലോയിയും വെറുതെ കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, കുളം പണിയുള്ളൂ അതൊക്കെ വേഗം ചെയ്തു തീർക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ള സമയം അവർ ഐഡിലായിട്ട് കളയാണ്, വെറുതെ ഇങ്ങനെ പറയാ എന്താ പറയാ വെറുതെ കളയുന്നു. ആ സമയമൊക്കെ കളയുമ്പോ പേയ്മെന്റ് കൊടുക്കുന്ന സാലറി, മന്ത്ലി കൊടുക്കുന്ന സാലറിക്ക് വ്യത്യാസം വരുന്നില്ല, ജോലി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ വിതിൻ ലെസ് ടൈം, അതായത് വളരെ കുറച്ച് സമയം കൊണ്ട്, ഒരു ദിവസത്തിൽ ഇത്രയും കുറച്ച് സമയം കൊണ്ട് അവരുടെ ആ കംപ്ലീറ്റ് ജോലി അവർ തീർക്കുന്നു. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള സമയം മുഴുവൻ അവർ ഐഡിയലായിട്ട് കളയാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്തോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്ത് കഴിയുമ്പോ ആ സമയം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എംപ്ലോയീസിന്റെ. അത് പാടില്ല എന്ന് മനസ്സിലായോ? അതുകൊണ്ട് മാക്സിമം ഹ്യൂമൻ റിസോഴ്സുകളെ യൂസ് ചെയ്യണം എന്നാണ് പേഴ്സണൽ പോളിസിയിലെ മറ്റൊരു ഒബ്ജക്റ്റീവ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആൻഡ് ആഫ്റ്റർ ഓൾ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അവസാനം ഏത് പേഴ്സണൽ പോളിസീസ് കൊണ്ടുവരുമ്പോ ഇറ്റ് ഷുഡ് ബി വിത്ത് റിഗാർഡ് ടു ദ റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യന്മാരുടെ, നമുക്കറിയാം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് ലെവലിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആഫ്റ്റർ ഓൾ ദേ ആർ ഹ്യൂമൻ ബീയിങ്. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യന്റെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി അവരെ റെസ്പെക്ട് ചെയ്യാം. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, എല്ലാവരും അവരവരുടേതായ പദവിയിൽ അവര് ബഹുമതി അർഹിക്കുന്നതാണ്, ബഹുമാനം അർഹിക്കുന്നതാണ് അല്ലെ. അത് പ്രൊവൈഡ് ചെയ്യാനും പേഴ്സണൽ പോളിസീസ് വേണം. അല്ലാതെ ഇന്ന് താഴെ തട്ടിലുള്ള ജോലിക്കാരാണ് അപ്പൊ അവർക്ക് ആ രീതിയിൽ പരിഗണിച്ചാൽ മതി, അങ്ങനെയല്ല. നമ്മൾ ഓർക്കുക എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്യണം എല്ലാവരും. എന്റേതാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും ഒരു ലൈഫാണ് അല്ലെ, ഒരു ജീവനാണ്. ആ ജീവൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേരേ ഉള്ളൂ. നമുക്കിപ്പോ വലിയ വലിയ പേരുകളുണ്ട്, റിച്ച് എന്നോ പൂർ എന്നോ അങ്ങനെയൊക്കെ പല പേരുകളും ഉണ്ടെങ്കിൽ ആ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ അപ്പുറം ഒറ്റ പേരിലെ നമ്മൾ എല്ലാവരും അറിയപ്പെടുള്ളൂ അല്ലെ. അത് നമുക്കറിയാം അറിയാം. അപ്പൊ ഏത് ലെവൽ ഓഫ് ഏത് ഏരിയാസ് ഓഫ് എന്താ പറയാ ഡ്യൂട്ടീസ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും വി ഹാവ് ടു റെസ്പെക്ട് ദ ഹ്യൂമൻ ഡിഗ്നിറ്റി. ഓരോരുത്തരുടെയും അന്തസ്സിന് അവരർഹിക്കുന്ന ബഹുമാനം കൊടുത്തേ മതിയാണ്. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ അല്ലെ. മാനേജ്മെന്റ് തങ്ങളുടെ താഴെയുള്ള സബോർഡിനേറ്റ്സിനോടും സബോർഡിനേറ്റ്സ് പരസ്പരവും എല്ലാവരും അവരവരുടെ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്യണം എന്നാണ്. ഇതിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ പോളിസി. മനസ്സിലായോ? പേഴ്സണൽ പോളിസീസ് ഏതൊക്കെയാണ്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ട്രെയിനിങ് ഓഫ് എവ്രിവൺ, optimum use of human resources and respecting human dignity. Payment of fair wages ആണ് FAIR. ആ 6 പോയിന്റും ടിക്ക് ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ, ടിക്ക് ചെയ്തോ? ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ പോളിസീസ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. ഇതിന്റെ കുറെ എന്താ പറയാ നമ്മുടെ പേഴ്സണൽ പോളിസീസ് കുറച്ച് തത്വങ്ങളിൽ പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രെയിൻ എവ്രിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എല്ലാവർക്കും ചെയ്യാനുള്ള ജോലി എന്താണ്? ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ പേഴ്സണൽ പോളിസീസിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ടു ട്രെയിൻ ഈച്ച് ആൻഡ് എവ്രിവൺ ഫോർ ദർ ജോബ് ടു ബി ഡൺ. ഓരോരുത്തർക്കും ചെയ്യേണ്ട ജോലി എന്താണോ അത് അവർക്ക് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാം. ഇന്നാണ് ഇപ്പൊ അക്കൗണ്ട് സെക്ഷൻ ആണ്, അപ്പൊ അക്കൗണ്ട്സ് എങ്ങനെയാണ് അവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. വേറൊരാള് ടെക്നിക്കൽ വേറെ ഏതെങ്കിലും വിഭാഗമാണ്, അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്, അവർക്ക് അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അത് എല്ലാവരെയും അത് പേഴ്സണൽ പോളിസിയിൽ ഉള്ളതാണ്. എല്ലാ ജോലിക്കാർക്കും അവരവരുടേതായ നിലയിൽ അവരുടെ ജോലിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. Then next one, put the right man in the right place.
ഇനി കൊടുക്കുന്ന ജോലി കൊടുക്കുമ്പോഴില്ലേ റൈറ്റ് മാനിന് റൈറ്റ് പ്ലേസിൽ കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ, എനിക്കിപ്പോ പഠിപ്പിക്കാനാണ് എന്റെ എന്താ പറയാ കഴിവ്, എന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ പഠിപ്പിക്കാൻ എന്ന് പറയുന്ന സെക്ഷൻ അതാണ് എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എനിക്ക് അത് തരിക. അല്ലാണ്ട് വേറെ ഏതെങ്കിലും എനിക്ക് അത്രയങ്ങടും എക്സ്പേർട്ട് അല്ല, അത്രയങ്ങടും സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത, എന്നാലും അറിയാം, വെറുതെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ലാത്ത ഒരു ജോലി എനിക്ക് തരിക. അതിനേക്കാൾ നല്ലത് എനിക്ക് നന്നായി അറിയാവുന്ന ജോലി തരുന്നതല്ലേ. ഇത് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നടക്കുള്ളൂ അല്ലേ. നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ, എവിടെയും കണ്ടും ഏതോ സിനിമയിലില്ലേ, നിനക്കിത് അറിയില്ലേ, അറിയില്ലെങ്കിൽ നീ അറിഞ്ഞ് പഠിച്ച് ചെയ്ത് പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് പോയാൽ മതി എന്നൊരു സിനിമ ഉണ്ടോ? സിനിമ ഒന്നും കാണാറില്ല? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഡയലോഗ്? ഞാൻ പറഞ്ഞതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ വരാത്തത്. അങ്ങനെ ഒരു സീനുള്ള ഒരു സിനിമ ഉണ്ട്, ആർക്കെങ്കിലും പറയാമോ? പഠിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ള ടീച്ചറെ. യെസ്, വെരി ഗുഡ്, പഞ്ചാബി ഹൗസ് ആണ് അത് തന്നെ. ഇതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് മാനിന് റൈറ്റ് പ്ലേസിൽ അങ്ങോട്ട് ഇടുക. അറിയുന്ന ജോലി അവന് കൃത്യമായിട്ട് ആ അറിയുന്ന ആൾക്ക് അത് അങ്ങ് കൊടുക്കുക. അല്ലാതെ അറിയില്ലാത്ത ആൾക്കാരോട് ഇതൊന്നും നിങ്ങൾ ചെയ്യുക. കാരണം അത് സിനിമയിലേ പറ്റുള്ളൂ നമുക്ക് അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ പറയാനും. ഇവിടെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ദേ ഹാവ് നോ ടൈം ടു വേസ്റ്റ് അല്ലെ. ഒരാൾക്ക് അവര് നമ്മൾ എന്താ പറയാ ഒരു ട്രയലൊക്കെ നോക്കി പരീക്ഷിച്ച് ശരിയാകുമോ, 100% റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ നോക്കി വരുമ്പോഴേക്കും കുറച്ച് സമയങ്ങൾ പോകും. അപ്പൊ ആ ജോലി അവിടെ പെൻഡിങ് ആയി വരും. പക്ഷെ അത് നന്നായി കൈകാര്യം ചെയ്യുന്നവന്റെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ they will do it on time. അതൊരു കൃത്യമായിട്ട് സമയാസമയങ്ങൾ ചെയ്ത് തീർക്കും. അപ്പൊ ആ ജോലി അവിടെ പെൻഡിങ് ഒന്നുമില്ലാതെ ലാഗ് ഒന്നുമില്ലാതെ കൃത്യമായി ചെയ്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത് റൈറ്റ് മാനിന്റെ റൈറ്റ് പ്ലേസിലുണ്ട്. അവര് ഏത് ഇതാണോ ചെയ്യാനായിട്ട്, ഏത് മേഖല, ഏത് ഏരിയ ആണോ അവര് പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിവുള്ളവര്, അങ്ങനെയുള്ളവര് ആ ജോലി കൊടുക്കുക. മറ്റുള്ളവർക്ക് അവരുടേതായ കഴിവുകൾക്ക് അനുസരിച്ച് ജോലികൾ കൊടുക്കുക. സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. ജോലി അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങള്, അവസ്ഥകള്, കണ്ടീഷൻസ് ഓഫ് വർക്ക് ഷുഡ് ബി ഗുഡ്. അവർക്ക് കൊടുക്കുന്ന വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതായിരിക്കണം. ജോലി ചെയ്യാൻ പറയുന്നു, ഏതെങ്കിലും ബുക്കിൽ കൊണ്ടുപോയിട്ടിട്ട് ജോലി ചെയ്തോ, ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സാലറി തരാം, അതിന് നിങ്ങൾക്ക് സൗകര്യങ്ങളും മറ്റേ ഭയങ്കര വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് അല്ലെ. ഇപ്പൊ ഒരു ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണ്, അവിടെ എന്താ പറയാ ഒരു മുറിയിൽ കൊണ്ടിട്ട് അവിടെ ലൈറ്റ് ഇല്ല, ഫാൻ ഇല്ല, അവിടെ നിന്ന് ജോലി ചെയ്തോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ. ചൂട് കാലാവസ്ഥയൊക്കെയാണ്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ ഇത്തിരി നേരം പോലും ഫാൻ ഓഫ് ചെയ്തൊന്നും ഇരിക്കാൻ പറ്റാത്ത സമയമൊക്കെയാണ്. അപ്പൊ അവിടെ അത്യാവശ്യത്തിന് അവർക്ക് വേണ്ട ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ആവശ്യത്തിന് ജോലി ചെയ്യാൻ വേണ്ട ടൂൾസും പ്രൊവൈഡ് ചെയ്യാം. ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ആവശ്യമുള്ള ടൂൾസ് ഇല്ലാതെ തീർന്നോ എന്ന് വേണമെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോ കഴിക്കുന്ന ജോലി തീർന്നോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് പ്രൊവൈഡഡ് റൈറ്റ് ടൂൾസ്. അതിന് വേണ്ട എന്താ പറയാ എക്യുപ്മെന്റുകളും ടൂളുകളും കൃത്യമായി പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് എന്താണ്, എംപ്ലോയീസ് ഹാവ് ടു ബി ഗിവൺ പ്രൊവൈഡഡ് റൈറ്റ് ടൂൾസ് ആൻഡ് ഓൾസോ റൈറ്റ് വർക്കിംഗ് കണ്ടീഷൻസ്. ശരിയായ ടൂൾസ് കൃത്യമായ സമയങ്ങളിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് വളരെയധികം നല്ല രീതിയിൽ വരും. ക്ലിയർ ആയ 3 പോയിന്റ്. പേഴ്സണൽ പോളിസീസിന്റെ പ്രിൻസിപ്പിൾസ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ എവരി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ഒന്നാമത്തേത്. രണ്ടാമത്തേത് put the right man at the right place. And the third one, may supply right tools and right working conditions. Okay. Next one, make the organization coordinate team through a proper coordinate and administration of various department and divisions. See, namakariam in a business organization there will be different levels of എംപ്ലോയ്മെന്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്കറിയാം, അവിടെ ജോലി ചെയ്യുന്നവരുടെ തട്ടുകൾ ഇങ്ങനെ മാറിയിരിക്കും. ഏറ്റവും ലോവർ ലെവൽ, ബോട്ടം ലെവലിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, അതിന്റെ മുകളിൽ ജോലി ചെയ്യുന്നവർ, അതിന്റെ മുകളിൽ അങ്ങനെ ടോപ്പ് വരെ. അതായത് ഏറ്റവും താഴെ ക്ലീനേഴ്സ്, പിന്നെ പിയൂണ്, പിന്നെ എന്താ പറയാ അറ്റൻഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ക്ലർക്ക്, പിന്നെ കാഷ്യർ, മാനേജ്മെന്റ്. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷന്റെ ആ ഒരു ടൈപ്പ് അനുസരിച്ച്, ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെ ടൈപ്സ് അനുസരിച്ച് ലെവൽ ഓഫ് എംപ്ലോയീസിന്റെ ഇത് കൂടുതലായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇവരെല്ലാവരെയും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് ഒരു നല്ല രീതിയിൽ എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. ഏത് ഡിവിഷൻസിൽ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തവരാണെങ്കിലും ത്രൂ ടീം വർക്ക് എല്ലാവരും കൂടി എന്താവണം, ഒരു ടീമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അല്ലെ. യുണൈറ്റഡ് വി സ്റ്റാൻഡ് അല്ലെ. നമുക്കറിയാം, നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സ്ട്രെങ്ത്, ഒരു നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുപോലെ ആയിരിക്കണം ഇത്ര ഓരോ ഡിപ്പാർട്ട്മെന്റിലോ ഓരോ ഡിവിഷൻസിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും they have to promote team work.
എല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത ടീമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ഓർഗനൈസേഷൻ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് പേഴ്സണൽ പോളിസി. അപ്പൊ അതിനും കൂടി ഫ്രെയിം ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പേഴ്സണൽ പോളിസീസ്. ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? Make the organization a coordinate team through proper coordinate and administration of various department and division. Clear ആയോ? മനസ്സിലായോ? നാലാമത്തെ പോയിന്റ്. Next one, provide security with the opportunity, incentive and recognition. ഇനി എംപ്ലോയീസിന് അവരുടെ പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു തത്വമാണ്, പ്രിൻസിപ്പിൾ ആണ്, അവർ അർഹിക്കുന്ന സമയത്ത് അവർക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ എംപ്ലോയീസിന് ചിലപ്പോൾ ഡെവലപ്പ് ആകാൻ, അവരുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവർക്ക് അംഗീകാരങ്ങൾ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി കുറെ എക്സ്പീരിയൻസ് ആണ്, ആൾ വളരെ നല്ല ഒരു കരിയർ ആണ്, ത്രൂ ഔട്ട് ദാറ്റ് ഇയേഴ്സ്, ഇത്രയും നാളുകളായിട്ട് 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, ആള് നല്ലൊരു കരിയർ ആണ് ആളുടെ ഓർഗനൈസേഷനിലുള്ളത്, ആള് നന്നായി ജോലി ചെയ്യുന്ന ആളാണ്, ദർ ഇസ് നോ എനി ടൈപ്പ് ഓഫ് ചീറ്റിംഗ്, അങ്ങനെ ഒന്നും ചെയ്യാത്ത വളരെ പക്ക എന്താ പറയാ നല്ല ഒരു ഒബീഡിയന്റും പല ഗുണങ്ങളും ഓണസ്റ്റിയും ഒക്കെ ഉള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. സോ ഇഫ് ഹി ഹാസ് ടു ബി പ്രൊമോട്ടഡ് ടു എനി അപ്പർ ലെവൽ, മുകളിലത്തെ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് കൊടുക്കുക, അതിനുള്ള അംഗീകാരം പുള്ളിക്ക് അനുവദിച്ചു കൊടുക്കുക, ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏത് എംപ്ലോയീസിനും അത് ഒരു സെക്യൂരിറ്റിയും അതുപോലെ റെക്കഗ്നീഷനും അതുപോലെ തന്നെ ഇൻസെന്റീവ്സ്, ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടവരാണെങ്കിൽ അതൊക്കെ കൊടുക്കാൻ പേഴ്സണൽ പോളിസി അതിന്റെ തത്വത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സെക്യൂരിറ്റി, ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ് ആൻഡ് റെക്കഗ്നീഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് പറയും. And the next one, last one, look ahead, plan ahead for more and better things. ഓരോ വർഷവും ഓരോ സമയവും ഓർഗനൈസേഷൻ എപ്പോഴും പ്ലാൻ അഹെഡ്, മുൻകൂട്ടി ചിന്തിക്കണം. അടുത്തത് വാട്ട് നെക്സ്റ്റ്, അടുത്ത നമ്മുടെ എന്താ പറയാ ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഇനി നമുക്ക് അടുത്തത് എന്താ ചിന്തിക്കേണ്ടത്, ഓർഗനൈസേഷന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, അതെപ്പോഴും നമ്മൾ പ്ലാനിങ്ങിൽ കൊണ്ടുവരണം. മനസ്സിലായോ? എന്തെങ്കിലും ഓർഗനൈസേഷന്റെ എന്താ പറയാ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുകയല്ല, പ്ലാൻ അഹെഡ്. അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളാം. അടുത്തത് നമ്മുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നേരത്തെ കൂടി പ്ലാനിങ് ചെയ്യുക, അതിനുവേണ്ടി ബെറ്റർ തിങ്സ് നമ്മൾ ചെയ്യുക. അപ്പൊ പ്ലാൻ അഹെഡ് ആൻഡ് പ്ലാൻ ഫോർ ബെറ്റർ തിങ്സ്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓർഗനൈസേഷന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പേഴ്സണൽ പോളിസീസ് തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. അപ്പൊ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, അടുത്തത് പ്രിൻസിപ്പിൾസ് ആണ്. പേഴ്സണൽ പോളിസി എന്തിനു വേണ്ടിയാ, അഡ്വാൻറ്റേജസ് എന്തിനാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്, അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്, അത് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ക്ലിയർ ആയോ? ആ പ്രിൻസിപ്പിൾസിൽ ആദ്യത്തെ 3 പോയിന്റ് മാത്രം ടിക്ക് ചെയ്യാം. പ്രിൻസിപ്പിൾസിൽ 3 പോയിന്റ് മാത്രം, ഫസ്റ്റ് 3 പോയിന്റ്സ് അത് മാത്രം ടിക്ക് ചെയ്യാം. യെസ്, അടുത്തത് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസി. ഒരു നല്ല പേഴ്സണൽ പോളിസിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ കസ്റ്റമൈസ്ഡ് പേഴ്സണൽ പോളിസീസ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാകുമല്ലോ പേഴ്സണൽ പോളിസീസ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സുകൾ, എങ്ങനെ ജോലി ചെയ്യണം, ഏതൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ, ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് അവർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് പേഴ്സണൽ പോളിസീസ്. പക്ഷെ ഒരു പേഴ്സണൽ പോളിസി നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ, വാട്ട് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ് ഷുഡ് ഹാവ്, എന്തൊക്കെ നല്ല സ്വഭാവ ഗുണങ്ങൾ അതിന് ഉണ്ടായിരിക്കണം. ഒരു നല്ല പേഴ്സണൽ പോളിസിയുടെ ഗുണഗണങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ പോളിസി. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ. ഒന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, positive and easily understood by each and every employees of the organization. Personal policy ഉപയോഗിക്കുമ്പോൾ വളരെ വ്യക്തമായിരിക്കണം. എല്ലാം ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ചിന്താഗതി ഉള്ളതായിരിക്കണം. എന്നുവെച്ചാൽ ഓർഗനൈസേഷന് അഗെയിൻസ്റ്റ് ആയിട്ടാകട്ടെ, ഓർഗനൈസേഷന്റെ വികസനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ പോളിസീസ് പാടില്ല. പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ ക്ലിയർ ആയിരിക്കണം, ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്. ഏർലി അണ്ടർസ്റ്റുഡ് എന്നല്ല,
ഈസ്ലിയുടെ സ്പെല്ലിംഗ് തെറ്റില്ലേ നോക്കിയേ. എന്റെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തെറ്റ് നിങ്ങളുടെ ആണോ നോക്കുക. EASILY ഈസിലി ആണ്. early എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എല്ലാ എംപ്ലോയീസും ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും പെട്ടെന്ന് വ്യക്തമായി അതുപോലെ തന്നെ എന്താ പറയാ എളുപ്പം മനസ്സിലാകുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള പേഴ്സണൽ പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പേഴ്സണൽ പോളിസി, നല്ലൊരു പേഴ്സണൽ പോളിസി എന്തായിരിക്കണം എന്നുള്ളതിന്റെ ആദ്യത്തെ പോയിന്റ് ആണ്. ക്ലിയർ ആയോ? തെറ്റുണ്ടായിരുന്നത് തെറ്റിയോ? സ്പെല്ലിംഗ് ഒന്ന് മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റിയോ? യെസ്, ഓക്കെ. അടുത്തത് സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. ഈ പേഴ്സണൽ പോളിസീസ് ഫ്രെയിം ചെയ്യണം. നേരത്തെ കൂട്ടി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ആരോടെങ്കിലും ആൾക്കാരൊക്കെ എംപ്ലോയീസിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെർബലി പറഞ്ഞു കൊടുക്കുന്നതല്ല. ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. അത് എവിടെയെങ്കിലും എഴുതി ഡോക്യുമെന്റ് ആക്കി ഇങ്ങനെ വെച്ചേക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വി ഹാവ് ടു ഗോ ത്രൂ ദീസ്. ഈ പറയുന്ന പേഴ്സണൽ പോളിസിയൊക്കെ ഒന്ന് എടുത്ത് നോക്കേണ്ടി വരും. അതിപ്പോ വാക്കുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ ഇതാണോ ഇങ്ങനത്തെയാണോ ഇവിടുത്തെ നിയമം എന്ന് ആ പറഞ്ഞ ആൾക്കാരോട് പോയി ചോദിക്കാനൊന്നും പറ്റൊന്നുമില്ല. കാരണം ചോദിച്ചവരോട് ചിലപ്പോ അവർ പറയും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ചിലപ്പോ അവരും മാറ്റി പറയും. അതുകൊണ്ട് വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. വാക്കുകളൊന്നും പറഞ്ഞത് വെർബലി പറയുന്നതൊന്നും വാലിഡ് അല്ല. whatever it is in written form, തീർച്ചയായിട്ടും എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് വാലിഡിറ്റി കൂടുതൽ. അതാണ് നമുക്ക് പ്രൂഫ്, എവിഡൻസ്, എന്ത് കാര്യത്തിലും അല്ലെ. തെളിവ് ചോദിക്കുമ്പോ അതുകൊണ്ട് ഞാൻ കണ്ടു നീ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കാണിക്കുമ്പോഴല്ലേ തെളിവാകുക. ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പല കാര്യങ്ങൾക്കും തെളിവുകള് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ വല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ കേസ് കൂട്ടൊക്കെ ആയിട്ട് ഇപ്പൊ കോടതിയിലൊക്കെ നമ്മൾ തെളിവുകൾ സമർപ്പിക്കുമ്പോ വെറുതെ വാഗോണ്ട് പറയുന്ന എന്താ പറയാ തെളിവിനാണോ അവിടെ പ്രാധാന്യം കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക? നോ, ഒബ്വിയസ്ലി നോ. തീർച്ചയായിട്ടും അല്ല. എന്തിനായിരിക്കും? യു ഹാവ് ടു എന്താ പറയാ സബ്മിറ്റ് ദ എവിഡൻസ് അല്ലെ. ഒരു നല്ല ജെന്യൂൻ ആയിട്ടുള്ള എവിഡൻസ് പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് ചിലപ്പോ പിക്ചേഴ്സ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, അതൊക്കെയാണ് പ്രൂഫ്. ഇപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ചിലപ്പോൾ അവിടെ തട്ടോ കൂട്ടൊക്കെ ചെയ്തു. ഇപ്പൊ അവിടെ അതൊക്കെ കൊണ്ടുവരാൻ പറയുന്നത് നമ്മളുടെ എന്താ പറയാ CC ക്യാമറയുടെ ഇതുണ്ടോ, ഫുട്ടേജ് ഉണ്ടോ, അതൊക്കെ ചോദിക്കും. അതുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ പറയാ. അപ്പൊ അതൊക്കെയാണ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ പേഴ്സണൽ പോളിസീസ് എങ്ങനെയായിരിക്കണം? വെറുതെ വെർബലി പറഞ്ഞതാകരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോം. എഴുതി തയ്യാറാക്കിയതായിരിക്കണം പേഴ്സണൽ പോളിസീസ്. ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. ഇനി എഴുതി തയ്യാറാക്കണമെന്നും നമ്മൾ പറഞ്ഞല്ലോ. എഴുതി തയ്യാറാക്കിയ പേഴ്സണൽ പോളിസീസ് ഷുഡ് ബി റിട്ടൺ ഇൻ ലോക്കൽ ലാംഗ്വേജ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും ലിറ്ററേറ്റ് പീപ്പിൾ ആണ്. എല്ലാവർക്കും അറിവായി എഴുത്തും വായിക്കുള്ള ആളുകളാണ്. അപ്പൊ എന്താ പറയാ, നമുക്കറിയാം പല കാര്യങ്ങളും പല സ്ഥലത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെയാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചിലപ്പോ പുറത്തുനിന്നോ എവിടെന്നെങ്കിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് എല്ലാവരും ചിലപ്പോൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ വായിക്കാൻ പറ്റില്ലായിരിക്കും. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അപ്പൊ എന്താ പറയാ, അവർക്ക് ഇംഗ്ലീഷിനായിരിക്കും ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. മലയാളം വായിക്കാൻ പറ്റില്ലല്ലോ. ഇംഗ്ലീഷ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാം. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇനി ചില സ്ഥലത്ത് അത് ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണ്. ഇപ്പൊ കുറെ ഹിന്ദിക്കാരും നമ്മുടെ ഒക്കെ അടുത്ത് പോകുന്നതുകൊണ്ട് അവര് വേഗം അവരുടേതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഓക്കെ, അതും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഏത് നാട്ടിലെയാണോ ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രദേശം, അത് ഏത് ലൊക്കാലിറ്റിയിലുള്ളതാണ്, ആ ലോക്കലിലെ ലാംഗ്വേജും അവിടെ എഴുതി. അപ്പൊ ഇംഗ്ലീഷും ഹിന്ദി ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനൊപ്പം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പേഴ്സണൽ പോളിസീസ് ഷുഡ് ബി റിട്ടൺ ഇൻ മലയാളം ലാംഗ്വേജ്. എന്തിനും എഴുതണം? മലയാളത്തിൽ എഴുതണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. കാരണം എല്ലാ എംപ്ലോയീസും നമ്മൾ പറയുന്നുണ്ട് 100% ലിറ്ററസി കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനമാണ് കേരളത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിലും ചിലവരൊക്കെ എന്താ പറയാ ചിലപ്പോൾ അത്രയധികം ഫ്ലുവന്റ് ആയിട്ട് അവർക്ക് വായിച്ചെടുക്കാനോ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് മനസ്സിലാക്കാനോ ഒക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് മലയാളത്തിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൊക്കാലിറ്റിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ. It should be generally known to all those who are interested. ഇനി പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്യേണ്ടവർ ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവരെ എല്ലാവരും അറിഞ്ഞിരിക്കണം. കുറെ കൂട്ടര് എംപ്ലോയീസ് പേഴ്സണൽ പോളിസി ഒക്കെ അവർക്ക് അറിയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി നിയമം എന്നൊക്കെ അവർക്കറിയാം. ഒരു വിഭാഗം ആളുകൾക്ക് അത് അറിയില്ല എന്ന് വെച്ചാൽ അങ്ങനെ പാടില്ല. എല്ലാവർക്കും ജനറൽ ആയിട്ട് ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ് അറിഞ്ഞിരിക്കണം. Those who are interested means those all the employees.
എംപ്ലോയീസ് ആയിട്ടുള്ളവരെല്ലാവരും തന്നെ അവരുടെ പേഴ്സണൽ പോളിസീസിനെ കുറിച്ച് ഒരു നോളജ് ഉള്ളവരായിരിക്കണം. ക്ലിയർ ആയോ? ഇറ്റ് ഷുഡ് ബി ജനറലി known to all those who are interested. Clear? മനസ്സിലായോ? Okay. Next one, it should be written in order to preserve it against loss. ഇനി എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഓർഗനൈസേഷനെ നഷ്ടത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പേഴ്സണൽ പോളിസീസ് ഒന്നും ഫ്രെയിം ചെയ്യാൻ പാടില്ല. എഗെയിൻസ്റ്റ് പ്രിസർവ് എഗെയിൻസ്റ്റ് ലോസ്, നഷ്ടത്തിനെതിരെ നമുക്ക് ഒരു പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേഴ്സണൽ പോളിസീസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫ്രെയിം ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസിനെ എന്താ പറയാ എഗെയിൻസ്റ്റ് ആയിട്ട് ബാധിക്കാവുന്ന, നെഗറ്റീവായിട്ട് ഇഫക്ട് ചെയ്യാവുന്ന, ബിസിനസിനെ നഷ്ടത്തിലേക്ക് നയിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പേഴ്സണൽ പോളിസി ആയിട്ട് രൂപീകരിക്കാൻ പാടില്ല. അതൊക്കെ എടുത്തു കളയണം. അങ്ങനത്തെ പേഴ്സണൽ പോളിസിയെ അതിനകത്ത് ഫ്രെയിം ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ടു പ്രിസർവ് എഗെയിൻസ്റ്റ് ലോസ്, ലോസിനെതിരെ പ്രിസർവ് ചെയ്യാവുന്ന, അതിനെ നമുക്ക് അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. സ്റ്റേബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ, ഒരേപോലെ എല്ലാവർക്കും എല്ലാ എംപ്ലോയീസിനെയും എന്താ പറയാ ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണൽ പോളിസീസ് ആയിരിക്കണം. അത് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, സ്ഥിരത. പക്ഷെ നോട്ട് റിജിഡ്, അത്രയ്ക്ക് കർക്കശമാവാൻ പാടില്ല. ചില പേഴ്സണൽ പോളിസീസ് കൊണ്ടിട്ട് എംപ്ലോയീസിനോട് നിങ്ങൾ ഇത് പാലിക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പേഴ്സണൽ പോളിസീസ് ആകരുത്. അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പോരാത്തതിന് ഇന്നത്തെ കാലത്തൊക്കെ എംപ്ലോയീസിനെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം. പണ്ടത്തെ രീതിയിലുള്ള എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവർ സെക്ഷൻ ഓഫ് എംപ്ലോയീസിനെയൊക്കെ വളരെയധികം എന്താ പറയാ ഒത്തിരി എന്താ പറയാ സ്ലേവ്സിനെ പോലെയൊക്കെ കൺസിഡർ ചെയ്ത കാര്യമൊക്കെ നമ്മൾ വായിച്ചു കേട്ടറിഞ്ഞിട്ടുണ്ട് അല്ലെ. അടിമകളെ പോലെ പണിയെടുപ്പിച്ചിരുന്നു, അവർക്ക് വേണ്ടത്ര നല്ല രീതിയിലുള്ള കൂലിയും ഇതൊന്നും കൊടുത്തിരുന്നില്ല. ഒത്തിരി അല്ലെ, ഒരു ദിവസം അവർക്ക് കഴിയാൻ പോലും അത്രയും അവർക്ക് ഏൺ ചെയ്യാൻ ഒരു ദിവസത്തെ ജോലി കൊണ്ട് പറ്റിയിരുന്നില്ല എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിനോട് വേറെ രീതിയിലുള്ള മാനേജ്മെന്റിന്റെ എന്താ പറയാ രീതികള്, ഉയർന്ന തട്ടിലുള്ളവരോട് വേറെ രീതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ. പക്ഷെ ഇന്നും അതൊന്നും വില പോവില്ല. കാരണം ഇന്ന് ഓൾറെഡി എവ്രി വൺ എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പിന്നെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ഇക്കോണമിയിലും സംഭവിച്ചിട്ടുണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യാൻ എംപ്ലോയീസ് സമ്മതിച്ചിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസിന് കൊടുക്കുന്ന പോളിസീസ് അത് സ്റ്റേബിൾ ആകാം, സ്ഥിരതയുള്ളതാകാം. ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാനും പാടില്ല. ഇത് അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പൊ ഞങ്ങൾ മാറ്റിയാണ് നിയമം എന്ന് പറയാൻ പാടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം പേഴ്സണൽ പോളിസീസിൽ. പക്ഷെ അത് റിജിഡ് ആകാൻ പാടില്ല. വളരെയധികം കർക്കശ ബുദ്ധിയോടെ എഴുതിയിരിക്കുന്നതാകരുത്, കർക്കശം കൊണ്ടുവരുന്ന രീതിയിൽ ആകരുതെന്ന്. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ മനസ്സിലായോ? നെക്സ്റ്റ് വൺ, then it should be the result of careful analysis of all available facts. നമ്മൾ പേഴ്സണൽ പോളിസി പ്രീ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി ഫ്രെയിം ചെയ്യുന്നതാണല്ലോ പേഴ്സണൽ പോളിസീസ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിലവിലുള്ള എല്ലാ വസ്തുതകളെയും ഡിപ്പെൻഡ് ചെയ്ത് അതൊക്കെ നോക്കി നന്നായി കൃത്യമായി അനലൈസ് ചെയ്ത് തന്നെയാണ് പേഴ്സണൽ പോളിസി ഫ്രെയിം ചെയ്യുന്നത്. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആലോചിച്ചു കൂട്ടിട്ട് വേഗം തന്നെ അത് കൊണ്ടത് ഇത് ഇവിടുത്തെ നിയമം എംപ്ലോയീസിന്റെ ആണെന്ന് പറഞ്ഞിട്ട് അത് വേഗം എഴുതി വെക്കുകയല്ല. അതിന്റെ വരുംവരായികകള്, അതിന്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സ് ഒക്കെ നോക്കാം. ഒരു പോളിസി ഒരു നിയമമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് പോസിറ്റിവിറ്റിയിലേക്കും നെഗറ്റിവിറ്റിയിലേക്കും നമുക്കൊന്ന് ചിന്തിക്കണം. എന്നിട്ട് പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം അല്ലെ. പക്ഷെ നെഗറ്റീവ് ആണ് അതിന് കൂട്ടിക്കിട്ടുന്നത്, വേണ്ടത് ശരിയാവില്ല, ഇത് കൊണ്ടുവന്ന് എങ്ങനെയാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ ചാൻസ് എങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് പോളിസി. അത്തരം പോളിസീസ് കൊണ്ടുവരാതിരിക്കുക, അതാണ് പറഞ്ഞത്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സ്, വസ്തുതകളൊക്കെ നോക്കി നന്നായി പഠിച്ച് അനലൈസ് ചെയ്ത് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, പേഴ്സണൽ പോളിസി ഫ്രെയിം ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. യൂണിഫോം ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. ഇന്ന തട്ടിലുള്ളവരോട് വേറെ പേഴ്സണൽ പോളിസി, അടുത്ത തട്ടിലുള്ളവരോട് വേറെ പേഴ്സണൽ പോളിസി പാടില്ല. യൂണിഫോമിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കണം. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂണിഫോം ധരിക്കില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം, അതിന്റെ രീതി, വസ്ത്രം ധരിക്കുന്ന രീതി അല്ലെ, അതിന്റെ കൂടെ മാച്ച് ചെയ്യുന്ന മറ്റു സാധനങ്ങൾ എല്ലാം ഒരുപോലെ വരുമ്പോഴാണ് യൂണിഫോം എന്ന് നമ്മൾ പറയുക. ഓർഗനൈസേഷനിൽ എല്ലാവർക്കും വേണ്ടി യൂണിഫോമിറ്റി ഉള്ള
പേഴ്സണൽ പോളിസിയാണ് ഫ്രെയിം ചെയ്യുന്നത്. അല്ലാതെ വേറെ വേറെ വിഭാഗങ്ങൾക്ക് വേറെ വേറെ പേഴ്സണൽ പോളിസി അങ്ങനെ പാടില്ല. And last one, it must provide a two-way communication system between the management and the employees. പിന്നെ എന്താ അതായത് പേഴ്സണൽ പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ ഇതൊരു two-way communication ആയിരിക്കണം. എന്ന് വെച്ചാൽ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാനേജ്മെന്റ് പറയാണ് ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, റേഡിയോ പോലെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ സജഷൻസ് ഐഡിയാസ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, നമ്മൾ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുക, അങ്ങനെ പാടില്ല. അതും ഞാൻ പറയാണ്, ഇപ്പൊ ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഇപ്പൊ ഒരു എന്താ പറയാ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. എല്ലാവർക്കും അവരവരുടെ എന്താ പറയാ എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് എംപ്ലോയീസിന്റെ കൂടി ഐഡിയാസ്, അവരുടെ സജഷൻസ്, അവരുടെ ഡിസിഷൻസ് കൂടി ചിലപ്പോഴൊക്കെ തേടാറുണ്ട് മാനേജ്മെന്റ്. കാരണം they also have their own ideas and opinions. അവർക്ക് അവരുടേതായ ആശയങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ബിക്കോസ് എംപ്ലോയീസ് അവരുടെ എന്താ പറയാ ക്വാളിഫിക്കേഷന് തത്തുല്യമായ രീതിയിലുള്ള ജോലി ചെയ്യുന്നവരല്ല എല്ലാവരും. ഇന്ന് ബിസിനസ് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകള് അവരുടെ എന്താ പറയാ അവർക്ക് കിട്ടേണ്ട ജോലിയല്ല അത്. അവര് എന്താ പറയാ കുറെ താഴ്ന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ബിക്കോസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതൊക്കെ തുടച്ചു നീക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് പുറത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചോണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ കയറാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ഹൈ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ സമ്പാദിച്ച കാര്യം അല്ലെ, അത് അവിടെ ഉണ്ട്. അപ്പൊ they have their own ideas. അപ്പൊ അവരുടേതായ കഴിവുകള്, എന്താ പറയാ പൊട്ടൻഷ്യല്, അവരുടേതായ കേപ്പബിലിറ്റീസ് ഒക്കെ ആൾക്കുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഇന്ന് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസ് എല്ലാവരും അല്ലെങ്കിലും കുറച്ചു പേരെയൊക്കെ സെലക്ടഡ് ആയിട്ട് എടുത്ത് അവരുടെയും കൂടി ഐഡിയാസ് ഒക്കെ നോക്കിയിട്ട് പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുക ഓർഗനൈസേഷനിൽ. മനസ്സിലായോ? അതുകൊണ്ട് ഇറ്റ്സ് എ two-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ പേഴ്സണൽ പോളിസീസ് അങ്ങനെയുള്ളതായിരിക്കും, ഒരു two-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മാനേജ്മെന്റിന് എംപ്ലോയീസിനോട് അറിയിക്കേണ്ടത്, അതുപോലെ എംപ്ലോയീസിന് തിരിച്ചിങ്ങോട്ടും പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതില് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സർക്കംസ്റ്റൻസ്, ഒരു അവസരം ഒരുക്കുന്നത് പേഴ്സണൽ പോളിസി. ക്ലിയർ ആയോ? ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നല്ല പേഴ്സണൽ പോളിസിക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, 8 പോയിന്റ് ആണ്. അതിൽ ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആദ്യത്തെ, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ്. അത്ര മതി. It should be clear, positive and easily understood. Second one, it should be in written form. Third one, it should be in local language also. அடுத்தது, it should be, it must be reasonably stable and but not rigid. Either. Must be reasonably stable but not rigid. And the last one, it must provide a two-way communication system between management and employees. Okay. എത്ര പോയിന്റ്? ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞില്ലേ? ഒന്നാമത്തെ ഉണ്ട്, രണ്ടാമത്തെ ഉണ്ട്, മൂന്നാമത്തെ ഉണ്ട്. പിന്നെ വന്നത് അഞ്ചാമത്തെയാണ്. അഞ്ചാമത്തെ, it must be reasonably stable but not rigid. പിന്നെ ലാസ്റ്റത്തെ. ഓക്കെ, അപ്പോ 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇടാൻ പറഞ്ഞത് 5 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അപ്പൊ പേഴ്സണൽ പോളിസീസ്, പേഴ്സണൽ എന്താ പറയാ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ 2 അഡ്വാൻറ്റേജസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ഘടന, അതാണ് പറയുന്നത്. എന്താണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ്, അതിനകത്ത് കുറെ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. The activities which are included like task allocation. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് നമ്മൾ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്? ഒരു ടാസ്ക് അലോക്കേഷൻ. പിന്നെ അവരെല്ലാവരെയും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്,
എംപ്ലോയീസ് അവരുടെ ജോലി ചെയ്യുമ്പോൾ അവരെ സൂപ്പർവൈസ് ചെയ്യണം. എല്ലാവരും നന്നായി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അവർ തരുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷണൽ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ, ടാസ്ക് അലോക്കേഷൻ, അവരുടെ കോർഡിനേഷൻ, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിന്റെ എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? An organizational structure explains how activities like task allocation, coordination, and the supervision are directed towards the achievement of organizational goals or organizational aim. Aim എന്ന് പറഞ്ഞാൽ goal എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയോ? ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഓർഗനൈസേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തനങ്ങളുടെ പേരുകളാണ്. ഏതൊക്കെയാണ്? ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ. ഇതെല്ലാം എങ്ങനെ എത്ര നന്നായി നടത്തുന്നു എന്നുള്ളത് വിശദമാക്കുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ കോൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകൾ 5 ഉണ്ട്. ഒന്ന്, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. 2, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. 3, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. Then degree of specialization and communication channel should be proper. Okay, 5 ആണ്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. When we provide or assign some job to the employees, they have to do it perfectly with satisfaction, with enthusiasm. അല്ലെ? നമ്മൾ എംപ്ലോയീസിന് ജോലി കൊടുക്കുമ്പോൾ അവരതെല്ലാം നല്ല വൃത്തിയായിട്ട് വളരെ സന്തോഷത്തോടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരത് ചെയ്തു തീർക്കും. ആ ചെയ്തു തീർക്കുന്നതിനെ അവരുടെ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് വിളിക്കാം. അത് എന്താ പറയാ, ജോലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് സന്തോഷത്തോടെ ചെയ്തു തീർക്കുന്നു. അത് ടാസ്ക് അലോക്കേഷൻ ആണ്, സോറി അക്കംപ്ലിഷ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു തൊഴിലിൽ നമ്മൾ സംതൃപ്തരായി. ആര്? മാനേജ്മെന്റ്. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. അതാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിന്റെ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക. എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന ജോലി അവർ വൃത്തിയായിട്ട് ചെയ്തു തീർക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, തൊഴിൽ സംതൃപ്തി. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. എന്താ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഇറ്റ് ഈസ് എന്താ പറയാ, ഡെലിവറി ഓഫ് ഇൻഡിവിജ്വൽ ടു അനദർ. അതാണ് മറ്റൊരാൾക്ക് ഒരു അധികാരം കൊടുക്കുന്നതാണ്. എന്ത് ചെയ്യാൻ? അതോറിറ്റി കൊടുക്കാൻ പറഞ്ഞ ഒരാൾക്ക് അധികാരം കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ള അധികാരം? ആക്ട്, ടു ടേക്ക് ഡിസിഷൻസ്. നീ ഇന്ന കാര്യമൊക്കെ ചെയ്തോളാം, നിന്റെ തീരുമാനം വെച്ച് നീ കാര്യങ്ങൾ ചെയ്തോ. അത് എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനെ ആക്ട് ആണെന്ന് തോന്നുന്ന വ്യക്തികൾക്കാണ് അതോറിറ്റി കൊടുക്കുള്ളൂ. അല്ലെ? ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇഫ് സം ആക്ടിവിറ്റീസ് ആർ ഗിവൺ ടു ദ എംപ്ലോയീസിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ്. അത് ചിലപ്പോ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. ആ ആൾക്ക് അത് എന്തുകൊണ്ട് കൊടുക്കുന്നു? എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമല്ല സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോ ഒരാളെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും ആളോട് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിയൊക്കെ പെർഫെക്റ്റ് ആണോ, നീ ചെയ്യുന്ന പോലെ തന്നെയാണ്. കാരണം അയാളിൽ എന്തെങ്കിലും വ്യത്യസ്തത കാണുമ്പോഴാണ് നമുക്ക് അവനെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റുക. അപ്പൊ അതോറിറ്റി കൊടുക്കുക, അധികാരം കൊടുക്കുക ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അതിന് ആപ്റ്റ് ആയിട്ടുള്ള, അതിന് ജെന്യുവൻ ആയിട്ടുള്ള ഒരാളെ നമ്മൾ നോക്കിയെടുത്തിട്ടാണ് ആൾക്ക് അത്തരം പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് അതോറിറ്റി, ആ അതോറിറ്റി അധികാരം വെച്ച് he or she can act, make decisions. Then also requisition of resources. പുതിയ എംപ്ലോയീസിന് വേണം. റിക്വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ടു മേക്ക് പർച്ചേസ് ഓർഡർ. അത് പുതിയ എംപ്ലോയീസിന് വേണം, വേക്കൻസി വന്നിട്ട്, അപ്പൊ അതിന് ഞങ്ങൾക്ക് എംപ്ലോയീസിന് വേണം, അതിന് വേണ്ടിയിട്ട് ചോദിക്കാം. പിന്നെ ടു ഗിവ് ഡിറക്ഷൻസ്, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ആൻഡ് ഓൾസോ അവരെ കൊണ്ട് വേറെ ജോലികൾ ചെയ്യിപ്പിക്കാം. അത് ജോബിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എന്താ പറയാ അധികാരം, ചെയ്യിപ്പിക്കാനുള്ള ഒരു അധികാരം ഒരാൾക്ക് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക. ദിസ് ഇസ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് ഓരോരോ എന്താ പറയാ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുകയാണല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അവര് ഇങ്ങനെ 4 മൊഡ്യൂൾസ് ഉണ്ട്. ഈ 4 മൊഡ്യൂൾസിനെ തന്നെ വീണ്ടും ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാം കൂടി വന്ന ഒരു ടീച്ചർ അല്ല എടുക്കുക. ഈ ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർക്കും.
അപ്പൊ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും അത് അവര് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കാന്ന് വിചാരിക്കുക അല്ലേ. ആ ഒരു അതോറിറ്റി, ആ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അത് അധികാരം എനിക്കാ തന്നിരിക്കുന്നത്. അപ്പൊ ഞാനത് എല്ലാവരും ടീച്ചേഴ്സ്, അതാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തോ, എവിടെയെങ്കിലും മിസ്സാവുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യരാണ്, ചിലപ്പോ ഒരാളുടെ ചിലപ്പോ ഏതെങ്കിലും ഒരെണ്ണം മിസ്സാവാം. നമ്മുടെ പോർഷൻ എന്താ പറയാ, നമ്മുടെ ഡ്യൂറേഷൻ തീരുന്നതിന് മുമ്പ് അത് നമുക്ക് തീർക്കണം. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അത് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽ പെടുത്തണം. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പൊ അതൊക്കെ നോക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് ആരെങ്കിലും ഒക്കെ വരാതിരുന്ന ലീവ് ആയിപ്പോയി കഴിഞ്ഞാൽ അത് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതൊരു അതോറിറ്റിയാണ്. അത് ഒരാൾക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ആൾക്ക് അത് പല ടാസ്കുകൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും അത് ഡയറക്റ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് നമ്മള് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒരു അധികാരം കൊടുക്കുക. ക്ലിയർ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഇനി ഈ പറയുന്ന പേഴ്സണൽ പോളിസി ഓർഗനൈസേഷൻ സ്ട്രക്ചറില് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവണമെങ്കിൽ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യണം. എംപ്ലോയീസ് സൂപ്പർവിഷനിൽ നിന്ന് എന്താ പറയാ മാറിപ്പോയാൽ, അതായത് അവരുടെ മറ്റുള്ള ആളുകളെ സൂപ്പർവൈസ് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കണ്ണിൽ നിന്ന് സൂപ്പർവൈസിംഗ് മാനേജേഴ്സിന്റെ കണ്ണിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പാൻ സാധ്യതയുണ്ട്. അപ്പൊ സൂപ്പർവിഷൻ പ്രോപ്പർ സ്പാൻ ആയിരുന്നു, കംപ്ലീറ്റ് സൂപ്പർവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറുതല്ല, വളരെ ദീർഘമായിട്ടുള്ള നല്ല രീതിയിലുള്ള എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടുള്ള സൂപ്പർവിഷൻ അത് കൃത്യമായിട്ട് നടത്തണം. ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ വരുന്നതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, പിന്നെ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനും, അടുത്തത് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ആ പോയിന്റ് ബുള്ളറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് കഴിഞ്ഞ് കിടക്കുന്ന എക്സ്പ്ലനേഷൻ വേണമെന്നില്ല. ഓക്കെ, അപ്പൊ 3 പോയിന്റാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആയോ? 3 പോയിന്റ് മനസ്സിലായോ? Yes. Then the next one, degree of specialization. Degree of specialization എന്ന് പറഞ്ഞാൽ എന്താ? See, under limited duties are performed. നമ്മളില്ലേ ചെയ്യുന്ന ജോലി, അതായത് കുറച്ച് ജോലിയുള്ളൂ, പക്ഷെ നമ്മൾ we are doing it repeatedly. അതങ്ങനെ എന്താ പറയാ, ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? We become specialized or expert in that particular field. ആ ഒരു മേഖലയിൽ നമ്മൾ ആരായി തീരും? സ്പെഷ്യലൈസ്ഡ് ആകും, എക്സ്പേർട്ട്, വിദഗ്ധരായി തീരും. കാരണം എല്ലാ ദിവസവും തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതില് വിദഗ്ധരാകും. കണ്ണടച്ചെന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാകും അല്ലേ? അത് ഒബ്വിയസ്ലി എല്ലാം അങ്ങനെയാണ്. ഏത് കാര്യം നമ്മൾ ചെയ്താലും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചായ ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ? ഇപ്പൊ ഇത് പതിവായിട്ട് എല്ലാം ദിവസവും ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല പക്ക ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഏത് കാര്യമാണെങ്കിലും, അത് ജോലിയുടെ കാര്യമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, വല്ലപ്പോഴും ചെയ്യുമ്പോൾ അത് പറ്റില്ല. ഓക്കെ, അപ്പൊ പറയുന്നത് ഈ സ്പെഷ്യലൈസേഷൻ മേക്സ് ആൻ എംപ്ലോയി ലേണിംഗ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലി വീണ്ടും വീണ്ടും നന്നായി പഠിച്ചെടുക്കാനും അതിൽ സ്പെഷ്യലൈസ്ഡ് ആകാനും പറ്റുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് ഇറ്റ് മേക്സ് ദം ഇറ്റ് ഈസിയർ. അതെന്താക്കും? എളുപ്പമുള്ളതാക്കി തീർക്കും. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണോ അത് ചെയ്തിരുന്നത് അത്രയും സമയം എടുക്കില്ല കുറെ കാലം കഴിയുമ്പോ അല്ലെ? അതായത് ഇപ്പൊ ഒരു കാപ്പി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ പിന്നെ തിളയ്ക്കാൻ സമയം വേണമല്ലോ അല്ലെ? അതല്ല, വേണ്ട, അത് വേറെ ഏതെങ്കിലും ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ജോലി, ആദ്യം തുടക്കത്തിലേ നമുക്ക് ഭയങ്കര പാടാൻ തെറ്റോ, ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യോ, അപ്പൊ നമ്മൾ ചെയ്യാൻ പതുങ്ങി ആൻഡ് ഇറ്റ് ടേക്സ് മോർ ടൈം. ഒരുപാട് സമയം എടുത്ത് നമ്മളത് ചെയ്തിരുന്നു. പക്ഷെ പോകെ റെഗുലർ ആയിട്ട് റുട്ടീനായിട്ട് നമ്മളത് ചെയ്ത് വന്നപ്പോ എന്തായി? അത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതായി, ലെസ് ടൈം, ഈസിയർ ആയിട്ടും ചെയ്യാൻ പറ്റി. അപ്പോ ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ, ഈ വൈദഗ്ധ്യം നിരന്തരം നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, ഈ വൈദഗ്ധ്യം കൊണ്ട് എന്താകുമെന്ന് അറിയാമോ? ഒരു വർക്കർ becomes an expert in that particular job. ഒരു ജോലിക്കാരൻ ആ ജോലിയിൽ എന്താകുന്നു? വിദഗ്ധനായി തീരുന്നു. അതാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതിൽ ആ ഒരു സെന്റൻസിന്റെ ഈ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യണം. ഇതിനകത്ത് മാത്രം കേട്ടോ. സ്പെഷ്യലൈസേഷൻ makes the learning of job routines easier and it turns the worker into
an expert in his job എന്നുള്ളത് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്. And the last one, communication channel should be proper. പിന്നെന്താ കമ്മ്യൂണിക്കേഷൻ ചാനൽ എംപ്ലോയീസിന് എന്തെങ്കിലും കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അവരുടെ അടുത്തേക്ക് എത്തണ്ടെന്ന് നോക്കുക. അവിടെ ഇവിടെ പറഞ്ഞു എംപ്ലോയീസിനെ അറിയിക്കണം അല്ലെങ്കിൽ ആരെ അറിയിക്കണം എന്നൊക്കെ ആരെങ്കിലും പല കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ അവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതും നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അല്ല അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അവരിവരെ അറിയിക്കുമെന്ന് വിചാരിച്ചു, ഇതൊന്നും പാടില്ല. കമ്മ്യൂണിക്കേഷൻ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലും എംപ്ലോയീസിൽ നിന്ന് മാനേജ്മെന്റിലേക്കോ മാനേജ്മെന്റിൽ നിന്ന് എംപ്ലോയീസിലേക്കോ ഇഫ് എനിത്തിങ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് ഷുഡ് ബി ത്രൂ പ്രോപ്പർ ചാനൽ. അത് കൃത്യമായ ചാനലിലൂടെ തന്നെ അവരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കണം. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് അത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ 5 പോയിന്റ് ആണ്. അവിടെ വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കുക. ബാക്കി വായിച്ചു നോക്കിയിട്ട് വരാം. So see you next day. Thank you. Thank you, ma'am. Thank you.